പ്രത്യേകിച്ചും രജത്ജിയായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാമുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഉജ്ജയിനിൽ നടന്ന ഒരു വലിയ യാഗത്തിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നല്ലൊരു കോണ്ടാക്റ്റ് ഉണ്ട് അദ്ദേഹമായിട്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. കാരണം ഒരു മുരുകയുഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് പ്രാവർത്തികമാകേണ്ടതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ. കാര്യം മാത്രമല്ല, അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും കാണുന്നുമുണ്ട്. പല കണ്ടുപിടുത്തങ്ങളും പിന്നെ വന്ന പല കണ്ടുപിടുത്തങ്ങൾക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പം ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതാരാ? എത്രയോ കാലഘട്ടത്തിന് മുമ്പ് വരാഹമൂർത്തിയുടെ തേറ്റയ്ക്കുള്ളിൽ ഉരുണ്ട ഭൂമിയെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. നമ്മളൊക്കെ ചെറുപ്പം കടന്നു വന്നുകൊണ്ട് പറയാം. എല്ലാവരും അംഗീകരിക്കുന്നതിനെ എതിർക്കുക, അതായത് വ്യാപകമായിട്ട് അംഗീകരിക്കപ്പെട്ടതിനെ എതിർക്കുക, അതൊരു ഫാഷൻ. അപ്പം അങ്ങനെയുള്ള കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നു. പക്ഷേ ഇവിടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റവും കൂടുതൽ മുറുക്കി പിടിച്ചതാരാണ്? ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? വെളിയിലുള്ള ആൾക്കാർ, ഭാരതത്തിന് വെളിയിലുള്ള ആൾക്കാർ ഈ സംസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി അവരെല്ലാം ഉപേക്ഷിച്ചെത്തുന്നു. ഇന്നിപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഭാരതത്തെ ഒരു വിശ്വഗുരുവായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ യോഗ, ഇന്ന് ലോകം മുഴുവൻ യോഗ ആൾക്കാർ. യോഗ എന്ന് പറയുന്നത് എക്സസൈസ് മാത്രമല്ല, അതൊരു വലിയ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യുന്ന എത്രയോ പേരുണ്ട്. കുറേ പേര് തന്നെ എക്സസൈസ് ആയിട്ട് കാണുന്നവരുമുണ്ട്. അല്ല, ഇപ്പോൾ മോദിജി നേരത്തെ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ഈശ്വരൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണല്ലോ അങ്ങ്. അപ്പം ഈ തരത്തിൽ ഓരോ പാണുകുടുംബം എന്ന് തന്നെ പറയാം, ആ കുടുംബങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഇങ്ങനൊരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും നടക്കുന്നുണ്ട്. എങ്കിലും എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു? അല്ല, തീർച്ചയായിട്ടും ചെയ്യേണ്ടത്. നമ്മൾ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ജനിച്ച ഹിന്ദുവായിട്ടാണ്, ജീവിക്കുന്ന ഹിന്ദുവായിട്ടാണ്, മരിക്കുന്ന ഹിന്ദുവായിട്ടായിരിക്കണം. ആ ഒരു സ്വാഭിമാനം നമുക്കുണ്ടാവണം. ആ സ്വാഭിമാനം ഉണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥ ഹിന്ദു ആവുന്നുള്ളൂ. ഹിന്ദു ഒരു മതമല്ല, ഹിന്ദു ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം നമ്മൾ മനസ്സിലാക്കണം. അത് അടുത്ത തലമുറയ്ക്കും കൈമാറണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ആൾക്കാരും അതിനുണ്ട്, എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ നോക്കിയിട്ട് കേരളത്തിലല്ലേ, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ അതിപ്രസരമുള്ളത്. ഇന്നലെയും കണ്ടു. ഇന്നലെ ആംബുലൻസിൽ നിന്നാണ് ഡ്രഗ്സ് പിടിച്ചിരിക്കുന്നത്. ആലോചിക്കുക, ആംബുലൻസിൽ ഡ്രഗ്സ് കടത്തിയിരിക്കുന്നു. അപ്പം ഇത് ആരാ കഴിക്കുന്നത്? ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്. അത് സ്കൂളിലും കോളേജിലുമാണ്. എന്തുകൊണ്ടാണ്? അതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറിപ്പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ സംസ്കാരത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറും. ഇത് മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയും. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് കുടുംബ സംഗമങ്ങളാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഞങ്ങളെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കുടുംബ സംഗമങ്ങളും പിന്നെ സത്സംഗങ്ങളുമാണ്. ആ സത്സംഗങ്ങളും കുടുംബ സംഗമങ്ങളിലൂടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. യഥാർത്ഥ ഹിന്ദു കുടുംബങ്ങൾ, നിങ്ങൾ ഹിന്ദുവായിട്ട് ജീവിക്കുക, നിങ്ങൾ ഹിന്ദുവായിട്ട് നിങ്ങളുടെ അടുത്ത തലമുറയെ ഹിന്ദുവായിട്ട് വളർത്തുക. നമ്മൾ ചില ആചരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ വിളക്ക് കത്തിക്കണമെന്ന് പറയുന്നു. അതിനൊക്കെ എത്രയോ ആചരണങ്ങളുടെ ഭാഗമാണത്. രാവിലെ പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക. ഒന്നുമില്ലെങ്കിലും രാമനാമമെങ്കിലും ജപിക്കുക. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ്. നമ്മൾ ഒരു ദിവസം ഈശ്വരൻ നമുക്ക് 24 മണിക്കൂറാണ് തന്നിരിക്കുന്നത്. അതിൽ 8 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ ഉറക്കത്തിന് പോട്ടെ, ബാക്കി 16 മണിക്കൂറുണ്ട്. ആ 16 മണിക്കൂറിൽ ബാക്കി എല്ലാം ചെയ്താലും ഒരു അരമണിക്കൂറോ പോട്ടെ, 15 മിനിറ്റെങ്കിലും നമ്മുടെ ഒരു സ്വന്തം സന്തോഷത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണ്ടേ? അത് ഓരോ വീടുകളിലും അതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതെ, ഓരോ അനുഷ്ഠാനങ്ങളിലും ഓരോ ശാസ്ത്രീയതയുണ്ട്. അപ്പം ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് മുതിർന്നവർക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതെന്തുകൊണ്ടില്ല? അവരത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ വലിയ പുരാണങ്ങളിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ പുരാണങ്ങളിലുള്ള എൻ്റെ അറിവ് അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലുള്ള എൻ്റെ അറിവ് എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് നഷ്ടപ്പെടുകയാണ്. ഇന്നിപ്പം പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിലും ആ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് കുട്ടികൾ കേൾക്കരുത്, അല്ലെങ്കിൽ കുട്ടികൾ അവരെ പറയണം അനുസരിക്കരുത് എന്ന് പറയുന്ന അച്ഛനും അമ്മയാണെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ അത് വളരെ ദോഷമാണത്. കാരണം അവർക്കൊരു സംശയം ചോദിച്ചാൽ സംശയം പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആർക്കൊക്കെ അറിയില്ല. അതെ, മുതിർന്നവരും ഇല്ല വീട്ടിൽ. മുതിർന്നവരുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ കേൾക്കരുതെന്നാണ് പറയുന്നത്. എനിവേ, ഈ നമ്മളെപ്പോഴും സിനിമയുടെ കാര്യം പറയുമ്പോഴും തിരിച്ച് നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അതെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ രംഗത്തേക്ക് കടക്കുകയും
എന്താ പറയുക, വളരെയധികം വെറൈറ്റി സ്റ്റോറീസാണ് അങ്ങ് സിനിമകളിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച് ഒരു ഡയറക്ടർ വിജി തമ്പി എന്നുള്ള ആ ഒരു യാത്രയുണ്ടല്ലോ, അപ്പോൾ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറീസ് കണ്ടെത്താനും ഇതുപോലെയുള്ള പിന്നെ ആക്ടേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു പ്രചോദനം എന്തായിരുന്നു? ഗുരു ബാലചന്ദ്രൻ സാർ പറഞ്ഞു അതുപോലെ. ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മളാരും എൻ്റെ ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഞാനൊരു സിനിമാ സംവിധായകനാവും എന്നുള്ള ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് യാദൃച്ഛികതയോടെ വന്ന് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്താവണമെന്ന് എന്തായിരുന്നു ആ സമയത്ത് പഠിക്കുകയും ട്രൈ ചെയ്യുകയൊക്കെ ചെയ്തത്? ഞാൻ കോളേജിൽ പഠിച്ച സമയത്തൊക്കെ ഞാൻ പൊളിറ്റിക്സിൽ വലിയ ഇൻവോൾവ് ആയിരുന്നു. അപ്പോഴേ ആ ട്രാക്ക് മാറിയില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ രാഷ്ട്രീയക്കാരനായി മാറിയാണ്. അത് ഏതൊരു സമയത്ത് ട്രാക്ക് മാറി. ആ ട്രാക്ക് മാറിയത് എൻ്റെ കഴിവല്ല, അതൊരു ഈശ്വരീയമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ആ ട്രാക്ക് മാറിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ട്രാക്ക് ഇതാണ് എന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആ ട്രാക്കിലേക്ക് മാറി. ഞാൻ കുറേ സിനിമകൾ ചെയ്തു, അതൊക്കെ ചെയ്തു. ഒരു സമയത്ത് വന്നപ്പം വേറൊരു ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുപോയി, വിശ്വഹിന്ദു പരിഷത്ത് എന്നൊരു പ്രസ്ഥാനത്തിലേക്ക്. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഒരു പ്രസ്ഥാനങ്ങളിൽ ഞാൻ ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമാ സംവിധായകൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ഫംഗ്ഷനൊക്കെ ഞാൻ സാറിനെ കണ്ടിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അറ്റയർ തന്നെ വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയൊരു ചേഞ്ചിന് മുമ്പുള്ളൊരു കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ ഷിഫ്റ്റ് വന്നതെന്നും കൂടെ ഒന്ന് പറയണേ. അല്ല, ഞാൻ ഷിഫ്റ്റ് വന്നത് ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നത്. അതായത് ഞാനൊരിക്കലും അങ്ങനെ ഒരു ഇങ്ങനെ പ്രസ്ഥാനങ്ങളിലോടൊന്നും ഞാൻ ചേർന്ന് നിന്നിട്ടില്ല. ഞാനൊരു ഹിന്ദുവായിട്ട് ജീവിക്കുന്നു, ഞാൻ ക്ഷേത്രങ്ങളിൽ പോകും, ഈശ്വര വിശ്വാസിയാണ്. സിനിമ ചെയ്യുന്ന സമയത്തും സാധാരണ സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ലോകമാണ്, എസ്പെഷ്യലി ഡയറക്ടറിൻ്റെ ഒരു ലോകമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം ആളുകളുടെ റെസ്പെക്റ്റും ഒക്കെ കിട്ടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുക, ഇതുപോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങ് ഇറങ്ങുന്ന ഒരു സമയത്തെന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങാറുള്ളൂ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാ അനുഭവവും നല്ലതെന്ന് ഞാൻ പറയുന്നത്. അതായത് ഒരു നെഗറ്റീവ് അനുഭവം വന്നാലും അത് നമുക്ക് പാഠമാണ്. അതൊരു സാത്വിക ചിന്ത, പാഠമാണ് തീർച്ചയായിട്ടും. അല്ലാതെ നമുക്ക് ഒരു കഴിയുന്നിടത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ തെറ്റായ വഴിക്ക് നമ്മളെ നയിക്കരുത് എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വന്നു ചേരുന്നു അതെല്ലാം ഈശ്വരൻ്റെ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സാറ് ഇപ്പോൾ സംസാരിക്കുന്ന എല്ലാം വളരെ സാത്വികമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ ഒരു കാര്യം തന്നെയായിരുന്നു സിനിമ അവിടെ ഉണ്ടായിരുന്ന വിജി തമ്പി? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞാൻ സിനിമ സംവിധാനം ചെയ്യുമ്പോഴും വിജി തമ്പി തന്നെയാണ്. പക്ഷെ ഞാൻ ചെയ്ത സിനിമകൾ എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് ആവശ്യമെന്ന രീതിയിലാണ്. പലരും അന്ന് പറയുന്നത് രാവിലെ കുറിയൊക്കെ ഇട്ട് പൂജയും കഴിഞ്ഞെല്ലാം വരും, വന്നിട്ട് ഇവിടെ വന്നിട്ട് ആളെ വെട്ട് കൊല്ല് എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയും. ഞാൻ അതാ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണ്. അത് ഞാൻ ഡയറക്ടർ എന്ന രീതിയിലാണ്. പലരും പറയും അവനെ വെട്ട്, അവൻ്റെ തലക്കടി, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സിനിമ ആ സിനിമ എന്താ ആവശ്യപ്പെടുന്നു അതാണ്. അത് സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കാമെങ്കിൽ ഞാൻ അതാണ്, ഓരോ സിനിമകളും ഓരോ തരത്തിലുള്ളതായിരുന്നു. ഒരു ജോണർ അങ്ങനെ പോകും. ഇപ്പോൾ പത്മരാജൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരു പ്രത്യേക ഒരു പാത അങ്ങനെയൊന്നുമില്ല. ഓരോ സിനിമയും ഓരോ തരമായിരുന്നു, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ല? അത് ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല ഒരു സിനിമയും ചെയ്തിട്ടുള്ളത്. ഒരു കഥ കേൾക്കുമ്പോൾ കഥയിലൊരു താല്പര്യം തോന്നും. ആ കഥ പലപ്പോഴും താല്പര്യം തോന്നിയ കഥകൾ തന്നെ തിരക്കഥയായി കഴിയുമ്പം കൊള്ളില്ലാന്ന് തോന്നും. അങ്ങനെ ഉപേക്ഷിച്ച സിനിമകളുമുണ്ട്. അല്ലാതെ നമുക്ക് ഒരു കഥ, ഒരു ത്രെഡ് എന്ന് പറയും നമ്മളതിന് സിനിമാ രീതിയിൽ. ഒരു ചെറിയൊരു ത്രെഡ് കേൾക്കുമ്പോൾ അതിനകത്ത് അത് കൊള്ളാം, ഒരു സിനിമയ്ക്ക് ഉള്ള സാധനം ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് സ്ക്രിപ്റ്റാക്കി പിന്നെ നമ്മൾ സിനിമ ചെയ്യും. ചിലതൊക്കെ നമുക്ക് ഉദ്ദേശിക്കുന്ന പോലെ അതിനേക്കാളും ബെറ്ററായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന കാര്യം. ചിലപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന കാലത്ത് നന്നായിട്ട് സിനിമ വന്നിട്ടുമില്ല. അത് രണ്ടും അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ഇന്ന ജോണറിലെ സിനിമ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന കഥയ്ക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ കോമഡിയാണെങ്കിൽ കോമഡി സിനിമ, ആക്ഷനാണെങ്കിൽ ആക്ഷൻ സിനിമ, അല്ലെങ്കിൽ കുടുംബചിത്രമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റൊമാൻസ് ആണെങ്കിൽ റൊമാൻസ്. അപ്പം അല്ലാതെ ഇന്ന ജോണറെ ഞാൻ ചെയ്യൂ എന്നുള്ള ചിന്തിച്ചിട്ടേ ഇല്ല.
ഇത് ഇത്രയും 25-30ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിലേറ്റവും മനസ്സോട് ചേർത്ത് വെക്കുന്ന ഒരു സിനിമ ഏതാണ്? അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എനിക്ക് 4 മക്കളുണ്ടെങ്കിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റും? പറയാൻ പറ്റുമോ? ശരിക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. 4 കുട്ടികളും നമുക്ക് ഒരുപോലെ തന്നെയല്ലേ. അതുപോലെ ഞാൻ 30 സിനിമയും എനിക്കിഷ്ടം ഒരുപോലെ തന്നെയാണ്. അത് ചില സിനിമകൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. പക്ഷെ ഞാനെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ സിനിമകൾ വർക്ക് ചെയ്ത ഒരു സമയത്ത് ഏറ്റവും സന്തോഷത്തോടെ വളരെ ലാഘവത്തോടെ ചെയ്ത സിനിമയും ഏറ്റവും ടഫസ്റ്റായിട്ട് ചെയ്ത സിനിമകളും കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സിനിമകളെ പറ്റി പറയാമോ? ചില സിനിമകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും സ്ട്രെയിൻ എടുത്ത് ചെയ്ത സിനിമകളുണ്ട്. കാര്യം ചില സിനിമകൾ വളരെ സുഖകരമായിട്ട് സന്തോഷത്തോടെ, പക്ഷേ ചില സിനിമകളൊന്നുമില്ല ഓവർ സ്ട്രെയിൻ. അങ്ങനെ ഒരുപാട് സിനിമകൾ, നാടോടി മനം എന്ന സിനിമയൊക്കെ എനിക്ക് ഓവർ സ്ട്രെയിൻ വന്ന സിനിമകളാണ്. കാരണം അതിലൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചൊരു എളുപ്പമുള്ള ടെക്നോളജി, ഞാൻ പറയുന്നത് നാടോടി മനം ചെയ്തത് 2012-ലാണ്, അതായത് 10-14 വർഷം മുമ്പാണ്. അന്ന് ഈ പറഞ്ഞ CG കാര്യങ്ങളൊക്കെ അത്രത്തോളം വ്യാപകമായിട്ടില്ല. ആ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള സീക്വൻസ് മൊത്തം CGയിലാണ് ചെയ്തത്. ഇതുപോലെ ഗ്രീൻ മാറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിന് മുമ്പിലാണ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് എൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ഒരു വലിയ ബിൽഡിംഗ് പൊളിയുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ വരും, എന്താവും നമുക്കറിയില്ല. അതുപോലെ തന്നെ മുമ്പ് ചില സിനിമകൾ, ജനം എന്ന സിനിമ, അത് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത സിനിമയാണ്. അത് വളരെ ലിമിറ്റഡ് ടൈമിനുള്ളിൽ തീർക്കണമായിരുന്നു. റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്ത് തുടങ്ങാൻ ലേറ്റായി. അങ്ങനെയൊക്കെ ചില സിനിമകളിൽ ഒരുപാട് സ്ട്രെയിൻ വന്നിട്ടുണ്ട്. മറ്റ് ചില സിനിമകൾ വളരെ ലാവിഷായിട്ട് വളരെ ജോളിയായിട്ട് ചെയ്ത സിനിമകളും ഉണ്ട്. ഞാൻ വീണ്ടും സിനിമ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണല്ലോ അങ്ങ്, അല്ലേ? എന്ന് പറയാം. ഒറിജിനൽ ട്രിവാൻഡ്രം അല്ലേ? ഒറിജിനൽ ട്രിവാൻഡ്രം അല്ല. അല്ല, എവിടെയാണ്? എൻ്റെ ഫാദറിൻ്റെ വീട് ഹരിപ്പാടാണ്. അമ്മയുടെ വീട് ആറ്റിങ്ങിലാണ്. അപ്പം വളർന്ന് പല സ്ഥലത്താണ്. അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു, അതുകൊണ്ട് അച്ഛൻ എവിടെ ജോലിക്ക് പോകുന്നു അവിടെയാണ് വളർന്നത്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞത് തുടങ്ങിയത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്. അതെ അതെ, തീർച്ചയായിട്ടും തിരുവനന്തപുരം. അപ്പോൾ ഞാൻ ചോദിക്കുന്നതേ, ഇപ്പോൾ ഈ തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി, അങ്ങനെ ചെന്നൈ, അങ്ങനെ ഗ്രൂപ്പിസം ഒരുപാടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ ആ ഒരു സമയത്ത് 80s സമയത്തൊക്കെ? കുറച്ച് കൂടുതൽ ശക്തി നമ്മുടെ ട്രിവാൻഡ്രം ആളുകൾക്ക് തന്നെയായിരുന്നു. പിന്നീട് അത് കൊച്ചിയിലേക്ക് പോയി. പിന്നെ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക വർക്കിൽ തന്നെയുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള സത്യമാണോ? ലോബികളുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ലോബി സിനിമയിലില്ല. സിനിമയിൽ ഇപ്പോൾ നമ്മൾ എന്താ ഒരു സിനിമയ്ക്ക് പ്രധാനപ്പെട്ട ആളാരാ? ഡയറക്ടർക്കാരും പ്രധാനപ്പെട്ട ആളുണ്ടാരാണ് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. സിനിമ മാത്രമാണ് ടെക്നിക്കൽ ആർട്ട്. മറ്റു പല നാടകം അവതരിപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു മോണാക്ട് ആണെങ്കിലും മിമിക്രി ആണെങ്കിലും എന്തെങ്കിലും നമുക്ക് ഒരു മൈക്കും സ്റ്റേജും കിട്ടിയാൽ മതി. സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമ പണം മുടക്കി അതിൻ്റേതായ ഒരുപാട് സ്ട്രെയിൻ ഇല്ലേ. അപ്പോൾ അതിന് ബേസിക്കലി സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലേ സിനിമയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ, ഒരു സംവിധായകൻ, അപ്പം ഞാൻ ആരോ എക്സോർവ് ആരായാലും ആകണം. ഒരു കഥ കാണുമ്പോൾ ആ കഥ ആരോടാണ് ആദ്യം പറയുന്നത്? ഒരു പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡ്യൂസറോട് കൺവിൻസ് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ, അപ്പോൾ ആ പ്രൊഡ്യൂസർക്ക് ചിലപ്പം ചില താല്പര്യങ്ങളുണ്ടാവും ആർട്ടിസ്റ്റുകളായിട്ട്. ഇന്ന ആർട്ടിസ്റ്റുകൾ ഇട്ടാൽ കൊള്ളാം. ചില അദ്ദേഹം പറയുന്ന ചില ആർട്ടിസ്റ്റ് ചിലപ്പോൾ ആ കഥയ്ക്ക് ഓക്കെ ആവില്ല. അപ്പോൾ അങ്ങനെ കഥ മാറ്റിയാലോ ചില സംഭവങ്ങളുണ്ട്. ചില ആർട്ടിസ്റ്റിന് വേണ്ടി കഥകൾ ഉണ്ടാക്കിയ സന്ദർഭങ്ങളുണ്ട്. ഇന്ന ആളിനെ വെച്ചിട്ട് പടം ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആ ആളിന് പറ്റുന്ന രീതിയിലുള്ള കഥ ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസർ കണ്ടു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറാണ് സിനിമ തീരുമാനിച്ചു കഴിഞ്ഞാലാണ് സിനിമയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ലോബിയൊന്നുമില്ല. അങ്ങനെ അത് ആൾക്കാർ വെറുതെ പറയുന്നതല്ലേ ഈ ലോബിയൊക്കെ. അങ്ങനെയൊന്നുമില്ല, സിനിമയിലൊന്നുമില്ല. സിനിമയിൽ എന്ത് ലോബിയാണ് ഇപ്പോൾ. പക്ഷേ എല്ലാവരും കൂടുതൽ ഇപ്പോൾ എറണാകുളത്തേക്ക് മാറി. കാര്യം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സൗകര്യങ്ങളും യാത്രാ സൗകര്യവും പിന്നെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ഷൂട്ടിങ് എറണാകുളത്തേക്ക് മാറാനുള്ള പ്രധാന ഒരു കാരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ലൊക്കേഷൻസ് കിട്ടാത്തൊരവസ്ഥ വന്നു. കാരണം പണ്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ബിൽഡിങ്സിലാണ് എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ ഇവിടുത്തെ തന്നെ എത്രയോ മന്ദിരങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഗസ്റ്റ് ഹൗസുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന് സർക്കാരിൻ്റെ ഓർഡർ വന്നു ഒരു ബിൽഡിംഗ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു.